ഭക്തമീരയുടെ ജീവിതയാത്രത്തിലെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമ്മൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കാത്തിരുന്ന ആ നിമിഷം ഇതാ വന്നെത്തിയിരിക്കുന്നു. മീരയുടെ ഭക്തിയെ തകർക്കാൻ കൊട്ടാരത്തിന്റെ ഇരുളടങ്ങിയ മൂലകളിൽ ആ അമ്മായിയമ്മയും നാത്തോനും ചേർന്ന് മെനഞ്ഞെടുത്ത ആ ക്രൂരമായ രഹസ്യം എന്തായിരുന്നു? ചിത്തോർഗഡിലെ ആകാശത്ത് അന്ന് ചന്ദ്രൻ അസ്തമിച്ചില്ല. കറുത്ത മേഘങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു. കൊട്ടാരത്തിന്റെ ആ വലിയ ഹാളിൽ വിളക്കുകൾ അണഞ്ഞു തുടങ്ങിയത്. പുറത്ത് രാത്രി പക്ഷിയുടെ കരച്ചിൽ മാത്രം. എന്നാൽ മീരയുടെ മുറിയിൽ ഭക്തിയുടെ ഒരു വസന്തം വിരിയുകയായിരുന്നു. തമ്പുരുവിന്റെ തന്ത്രികളിൽ വിരലുകൾ മീട്ടുമ്പോൾ അവൾ ഈ ലോകത്തെ തന്നെ മറന്നുപോയിരുന്നു. മീര തന്റെ ഗിരിധര ഗോപാലന്റെ വിഗ്രഹത്തിന് മുന്നിൽ കണ്ണടച്ച പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കുകയായിരുന്നു. ലോകം മുഴുവൻ മറന്ന് അവൾ ആ കണ്ണുകൾ പാതി അടച്ച് ചുണ്ടുകളിൽ ഒരു നേർത്ത ദിവ്യ പുഞ്ചിരിയോടെ പാടിക്കൊണ്ടിരുന്നു. ആ സംഗീതത്തിന്റെ ലഹരിയിൽ മീര മുറിയിൽ ആകെ നൃത്തം ചെയ്യുകയായിരുന്നു. ഭക്തിയുടെ ആ ലഹരിയിൽ അവൾക്ക് ചുറ്റുമുള്ള ഭിത്തികളോ അന്ധകാരത്തിന്റെ ഭീഷണികളോ ഒന്നും അനുഭവപ്പെട്ടില്ല. ആ സമയത്താണ് നിഴൽ പോലെ ഒരു രൂപം വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടത്. മീരയുടെ അമ്മായിയമ്മയുടെ വിശ്വസ്തയായ ദാസിയായിരുന്നു അത്. അവളുടെ കയ്യിൽ ഒരു പാത്രത്തിൽ തിളങ്ങുന്ന പാലുണ്ടായിരുന്നു. മരണത്തിന്റെ തണുപ്പുള്ള കടും വിഷം കലർത്തിയ പാൽ. നൃത്തം ചെയ്തുകൊണ്ടിരുന്ന മീരയ്ക്ക് അടുത്തേക്ക് അവൾ പതിയെ നടന്നു ചെന്നു. സംഗീതത്തിന്റെ താളത്തിനൊപ്പം മീരയുടെ ചുറ്റും ചുറ്റിക്കറങ്ങുന്ന വസ്ത്രങ്ങൾ. മീര പാട്ടിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുകയാണ്. ലോകം മുഴുവൻ തന്റെ ഗിരിധരനാണെന്ന ബോധത്തിൽ ദാസി വിറയ്ക്കുന്ന കൈകളോട് ആ വിഷപാത്രം മീരയുടെ മുന്നിലേക്ക് നീട്ടി പറഞ്ഞു, ദേവി, അവിടുത്തെ അമ്മായിയമ്മ നൽകിയ പ്രസാദമാണിത്, ഇത് സേവിച്ചാലും. ഒരു കുറ്റബോധത്തോടെ ആ ദാസി തിരിഞ്ഞുപോയി. മീര പാട്ട് നിർത്തിയില്ല. പക്ഷേ ആ പാത്രം വാങ്ങി തന്റെ പ്രിയപ്പെട്ട വിഗ്രഹത്തിന് നേരെ ഉയർത്തിപ്പിടിച്ചു. അവൾക്ക് അതൊരു വിഷമമുണ്ടായിരുന്നില്ല. തന്റെ കൃഷ്ണൻ തനിക്ക് നൽകിയ പാനീയമായിരുന്നു അത്. പ്രിയപ്പെട്ട കൃഷ്ണന് മുന്നിലിരുന്ന് അവൾ ആ പാത്രത്തിലേക്ക് നോക്കി മൃദുവായി പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ, ഇതാണ് നിന്റെ ഇഷ്ടമെങ്കിൽ ഞാനിതാ ഇത് സ്വീകരിക്കുന്നു. ചിറ്റോർഗഡിലെ രാജകുടുംബത്തിന് തങ്ങളുടെ അന്തസ്സും പാരമ്പര്യവും ജീവനേക്കാൾ വലുതായിരുന്നു. ഒരു രാജ്ഞി കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി കഴിയേണ്ടവളാണെന്നും ഭക്തി പോലും നിശബ്ദമായിരിക്കണമെന്നും അവർ വിശ്വസിച്ചു. എന്നാൽ നമ്മുടെ മീരയാകട്ടെ പകൽ സമയത്ത് കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കഠിനാധ്വാനം ചെയ്യുകയും വീട്ടുജോലികളെല്ലാം കൃത്യമായി പൂർത്തിയാക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഒരു രാജ്ഞിയായിരുന്നു. എങ്കിലും വീട്ടുജോലികൾ തീർന്നാലുടൻ അവൾ തന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ഓടിയെത്തും. അവിടെ കൃഷ്ണനുമായി പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് മീര യഥാർത്ഥ സന്തോഷം അനുഭവിച്ചിരുന്നത്. മീരയുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക്, പ്രത്യേകിച്ച് അമ്മായിയമ്മയ്ക്കും നാത്തോനും, ഇത് തീരെ ഇഷ്ടമായിരുന്നില്ല. മീര എല്ലാ ജോലികളും ഭംഗിയായി ചെയ്തിട്ടും തങ്ങളുടെ കൂട്ടിനേക്കാളും കൊട്ടാരത്തിലെ സമ്പത്തിനേക്കാളും മീര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നത് അവരെ പ്രകോപിപ്പിച്ചു. അവളുടെ സമയവും അധ്വാനവും തങ്ങൾക്ക് സ്വന്തമാക്കാമെങ്കിലും മീര ദൈവത്തിന് സമർപ്പിച്ച അവളുടെ ഹൃദയത്തെയോ ആത്മാവിനെയോ തങ്ങൾക്ക് കീഴടക്കാൻ കഴിയില്ല എന്ന വസ്തുത അവർക്ക് അപമാനമായി തോന്നി. മീരയുടെ ഈ ഭക്തി റാണ കുടുംബത്തിന് പരസ്യമായ നാണക്കേടാണെന്ന് അവർ കരുതി. വാക്കുകൾ കൊണ്ട് അവളെ തളർത്താൻ കഴിയാതെ വന്നപ്പോൾ അവർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സാധാരണക്കാർക്കും സന്യാസിമാർക്കും ഒപ്പം നൃത്തം ചെയ്യുന്ന ഒരു രാജകുമാരി തങ്ങളുടെ കുലീന കുടുംബത്തിന് ചേർന്നതല്ലെന്ന് വിശ്വസിച്ച അവർ മീരയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു. ഇത് അപകടമോ ദൈവശിക്ഷയോ ആക്കി വരുത്താൻ തീർക്കാനായിരുന്നു അവരുടെ ശ്രമം. അങ്ങനെയാണ് ഈ വിഷപ്പാൽ നൽകുന്നത്. മീര ആ വിഷപ്പാൽ കുടിക്കുന്നതോടെ മേവാറിന്റെ മാനം തിരികെ കിട്ടുമെന്നും തങ്ങളുടെ കുലത്തിന് അപമാനമായ തന്റെ മരുമകൾ എന്നേക്കുമായി ഇല്ലാതാകുമെന്ന് ആ അമ്മായിയമ്മ ഉറച്ചു വിശ്വസിച്ചു.
മാരകമായ വിഷം മീരയുടെ ഉള്ളിലെത്തിയപ്പോൾ കൊട്ടാരം ഒരു നിലവിളിക്കായി കാതോർത്തു. പക്ഷേ പിന്നീട് സംഭവിച്ചത് പ്രകൃതി നിയമങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു. ഭയമോ ദേഷ്യമോ ഒരു തുള്ളി കണ്ണീരോ ഇല്ലാതെ അതൊരു പുണ്യതീർത്ഥം പോലെ മീര സ്വീകരിക്കുകയും മുഴുവനായും കുടിച്ചു തീർക്കുകയും ചെയ്തു. അവൾ തളർന്നു വീഴുന്നത് കാണാൻ പുറത്ത് കാത്തു നിന്നവർ അത്ഭുതപ്പെട്ടു പോയി. മീര തളർന്നു വീഴുന്നതിന് പകരം കണ്ണുകളടച്ച് മുൻപിലത്തേക്കാൾ മധുരമായി പാടാൻ തുടങ്ങി. അവളുടെ മുഖം സമാധാനം കൊണ്ടും ഭക്തി കൊണ്ടും പ്രകാശിച്ചു. വിഷത്തിന് അവളെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. മീരയുടെ അചഞ്ചലമായ വിശ്വാസം ആപത്തിനെ ദിവ്യമായ സംരക്ഷണമാക്കി മാറ്റി. കൃഷ്ണനോടുള്ള അവളുടെ സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് ലോകം അതോടെ തിരിച്ചറിഞ്ഞു. ഒരിക്കൽ മീരയുടെ ജീവൻ എടുക്കാനും രാജകുടുംബത്തിന് അവൾ വരുത്തിവെച്ച അപമാനം ഇല്ലാതാക്കാനും വേണ്ടി റാണ വിഷമുള്ള ഒരു രാജവെമ്പാലയെ ഒരു കൊട്ടയിലാക്കി അവൾക്ക് അയച്ചു കൊടുത്തു. എന്നാൽ എല്ലാറ്റിനും കൃഷ്ണന്റെ കയ്യൊപ്പ് ദർശിച്ച മീര സന്തോഷത്തോടും ആദരവോടും കൂടി ആ സമ്മാനം കൂടെ സ്വീകരിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം അവൾ കൂടയുടെ മൂടി തുറന്നപ്പോൾ ആ വിഷസർപ്പം അവളെ ദംശിച്ചില്ല എന്ന് മാത്രമല്ല, പകരം അത് അത്ഭുതകരമായ ഒരു സാലഗ്രാമമായി മഹാവിഷ്ണുവിന്റെ പവിത്ര ശിലാരൂപമായി മാറിയെന്ന്. മരണത്തിന്റെ ഈ നിരന്തര നിഴൽ കൊട്ടാരത്തിലെ ജീവിതം അസാധ്യമാക്കി. തന്റെ യഥാർത്ഥ വീട് ചിറ്റോർഗഡിലെ കൽമതിലുകൾക്കുള്ളിലല്ല, മറിച്ച് തന്റെ ഭഗവാൻ എവിടെയാണോ അവിടെയാണെന്ന് മീര തിരിച്ചറിഞ്ഞു. ഒടുവിൽ അവൾ രാജകീയ ജീവിതം എന്നേക്കുമായി ഉപേക്ഷിച്ച് പട്ടുസാരികളും ആഭരണങ്ങളും മാറ്റിവെച്ച് ഒരു ഭക്തയുടെ ലളിതമായ കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊട്ടാരവാതിൽ കടന്ന് പുറത്തേക്ക് നടന്നു. വൃന്ദാവനവും ദ്വാരകയും പോലുള്ള പുണ്യസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്നും നമ്മൾ കേൾക്കുന്ന ആ പ്രേമഗീതങ്ങൾ പാടി അവൾ ശിഷ്ടകാലം ചിലവഴിച്ചു. ഭൗതികമായ ഒരു സമ്മർദ്ദത്തിനോ അപകടത്തിനോ ഇതിനകം ശാന്തി കണ്ടെത്തിയ ഒരു ആത്മാവിനെ തകർക്കാൻ കഴിയില്ലെന്ന് അവൾ തെളിയിച്ചു. ഒടുവിൽ കൊട്ടാരത്തിന്റെ ഭാരമേറിയ മതിലുകൾക്കുള്ളിൽ മീരയ്ക്ക് ശ്വാസം മുട്ടുന്ന ഒരു ദിവസം വന്നു. ഒരിക്കൽ രാജകീയ പ്രൗഢിയോടെ തിളങ്ങിയിരുന്ന മാർബിൾ ഹാളുകൾ ഇപ്പോൾ അവൾക്ക് തണുത്തതും ശൂന്യവുമായി തോന്നി. ദേഷ്യമോ കൈപ്പേറിയ വികാരങ്ങളോ ഒന്നുമില്ലാതെ സമ്പത്തും ആഭരണങ്ങളും പട്ടുതുണികളും രാജകീയ ബഹുമതികളും എല്ലാം നിശബ്ദമായി ഉപേക്ഷിച്ചു. കൊട്ടാരത്തിലെ സംഗീതത്തിന് പകരം ക്ഷേത്രമണികളുടെ മൃദുവായ നാദം അവൾ തിരഞ്ഞെടുത്തു. കയ്യിൽ ഒരു വീണയും ലളിതമായ വസ്ത്രങ്ങളും അധരങ്ങളിൽ കൃഷ്ണനാമവുമായി സ്വർണക്കൂട്ടിൽ നിന്ന് മോചിക്കപ്പെട്ട ഒരു സ്വതന്ത്ര പക്ഷിയെ പോലെ അവൾ പുറം ലോകത്തേക്ക് ചുവടുവെച്ചു. ഗ്രാമങ്ങൾ തോറും ക്ഷേത്രങ്ങൾ തോറും അലഞ്ഞു. അവളുടെ ശബ്ദം ഭക്തിയുടെ ഒരു തെളിനീർ പുഴ പോലെ ഒഴുകി. വൃന്ദാവനത്തിലും ദ്വാരകയിലും കണ്ണുകളിൽ കണ്ണീരും ഹൃദയത്തിൽ സന്തോഷവുമായി അവൾ പാടി. അവളുടെ ഭജനകൾ സങ്കീർണങ്ങളായ പാട്ടുകളായിരുന്നില്ല, അവ പ്രണയത്തിന്റെ നിലവിളികളും വിരഹത്തിന്റെ മർമ്മരങ്ങളും പൂർണ്ണമായ സമർപ്പണത്തിന്റെ ഗീതങ്ങളുമായിരുന്നു. അവൾ ചെന്നിടത്തെല്ലാം അവളുടെ ശബ്ദത്തിലെ മാധുര്യം, വാക്കുകളിലെ സത്യത്തിലും ആകൃഷ്ടരായി ആളുകൾ തടിച്ചുകൂടി. പണക്കാരനും പാവപ്പെട്ടവനും പണ്ഡിതനും പാമരനും ഒരേപോലെ നിശബ്ദരായി അത് കേട്ടുനിന്നു. ഒരിക്കൽ മീര കൊട്ടാരം വിട്ട് കൃഷ്ണനാമം പാടി നടക്കുമ്പോൾ അവളുടെ ഭർത്താവ് ഭോജ് രാജകുമാരൻ അവളെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചതായി പറയപ്പെടുന്നു. അവളുടെ ഭക്തിയെ അദ്ദേഹം ബഹുമാനിച്ചിരുന്നുവെങ്കിലും മേവാറുള്ള രാജകീയ ഭവനത്തിലേക്ക് അവൾ മടങ്ങി വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു രാജകുമാരി എന്ന അന്തസ്സോടെ തിരിച്ചു വന്ന് ജീവിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ആദ്യം ദൂതന്മാരെ അയച്ചു. അവൾ വരാതിരുന്നപ്പോൾ നേരിട്ട് അവളെ കാണാൻ ചെന്നു. ആഭരണങ്ങൾ അണിഞ്ഞ രാജ്ഞിയല്ല, മറിച്ച് ലളിതമായ വസ്ത്രം ധരിച്ച് സന്യാസിമാർക്കും സാധാരണക്കാർക്കും നടുവിൽ കണ്ണുകളടച്ച് കൈകുപ്പികൾ നിൽക്കുന്ന പാടുന്ന മീരയെയാണ് അദ്ദേഹം കണ്ടത്. കൊട്ടാരത്തിന് ഒരിക്കലും നൽകാൻ കഴിയാത്ത ഒരു അപൂർവമായ സമാധാനം അന്ന് അവളുടെ മുഖത്ത് പ്രകാശിച്ചിരുന്നു. അവളുടെ രാജകീയ കടമകളെ കുറിച്ചും കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ചും അദ്ദേഹം മൃദുവായി സംസാരിച്ചു. ഒരു നിമിഷം അവിടെ നിശബ്ദത പടർന്നു. പിന്നീട് മീര സാവധാനം മറുപടി പറഞ്ഞു, ഞാൻ എൻ്റെ ഹൃദയം ഇതിനകം ഗിരിധരന് നൽകിക്കഴിഞ്ഞു. എൻ്റെ ആത്മാവില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് എനിക്ക് എങ്ങനെ അടങ്ങാൻ കഴിയും?
അവളുടെ വാക്കുകൾ കഠിനമായിരുന്നില്ല, അവ ശാന്തവും സത്യം നിറഞ്ഞതുമായിരുന്നു. അവളുടെ ആഴത്തിലുള്ള ഭക്തി കണ്ടപ്പോൾ കൃഷ്ണനോടുള്ള അവളുടെ സ്നേഹം വെറും ഒരു വികാരമല്ല, മറിച്ച് അവളുടെ ജീവൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദുഃഖമുണ്ടായിരുന്നെങ്കിലും ദൈവത്തെ പൂർണ്ണമായി തിരഞ്ഞെടുത്ത ഒരു ആത്മാവിനെ ലൗകിക ബന്ധങ്ങൾക്കൊന്നും തളച്ചിടാനാവില്ലെന്ന് മീരയുടെ പതി തിരിച്ചറിഞ്ഞു. അങ്ങനെ മീര തന്റെ യാത്ര തുടർന്നു. മേവാറിലെ രാജ്ഞിയായല്ല, കൃഷ്ണന്റെ നിത്യവധുവായി. തന്റെ പതിയോടുള്ള ബഹുമാനവും അദ്ദേഹത്തിന്റെ ദയയും കണക്കിലെടുത്ത് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ മീര സമ്മതിച്ചു. കുറച്ചു കാലം കൂടി അവൾ കൊട്ടാര മതിലുകൾക്കുള്ളിൽ ജീവിച്ചു. തന്റെ കടമകൾ നിശബ്ദമായി നിറവേറ്റാൻ അവൾ ശ്രമിച്ചെങ്കിലും അവളുടെ ഹൃദയം ഒരിക്കലും അവിടെ ഉണ്ടായിരുന്നില്ല. രാജകീയ ഹാളുകൾ അവൾക്ക് ഭാരമായി തോന്നി. കർക്കശമായ ആചാരങ്ങൾ അവളുടെ ആത്മാവിനെ ശ്വാസം മുട്ടിച്ചു. ശരീരം കൊട്ടാരത്തിലായിരുന്നുവെങ്കിലും മനസ്സ് എപ്പോഴും കൃഷ്ണനോടൊപ്പം ക്ഷേത്രത്തിലായിരുന്നു. രാജകുടുംബത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്നുള്ള എതിർപ്പും തുടർന്നു. കൊട്ടാരത്തിലെ അന്തരീക്ഷം വീണ്ടും അവൾക്ക് വേദനാജനകമായി മാറി. ഒടുവിൽ തന്റെ ജീവിതത്തിന്റെ പാത മറ്റൊന്നാണെന്ന് മീര തിരിച്ചറിഞ്ഞു. ശാന്തമായ നിശ്ചയദാർഢ്യത്തോടെ ഒരിക്കൽ കൂടി അവൾ കൊട്ടാരം വിടാൻ തീരുമാനിച്ചു. ഇത്തവണ അത് എന്നേക്കുമായി മാറണമേ എന്ന് ആഗ്രഹിച്ചു. അതൊരു കലാപമായിരുന്നില്ല, മറിച്ച് തന്റെ ദിവ്യാനുരാഗത്തോടുള്ള കീഴടങ്ങലായിരുന്നു. അന്നു മുതൽ അവൾ പൂർണ്ണമായും തന്റെ ആത്മീയ യാത്രയ്ക്കായി ജീവിതം സമർപ്പിച്ചു. പോയിടത്തെല്ലാം കൃഷ്ണനാമം പാടിക്കൊണ്ട് ശരീരവും ആത്മാവും സ്വതന്ത്രമായി അവൾ മുന്നോട്ട് നീങ്ങി. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഇന്നും അവളുടെ ഗീതങ്ങൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും മുഴങ്ങി കേൾക്കുന്നു. മീരയുടെ ഭജനകൾ പാടുമ്പോൾ മീര തന്നെ അവിടെ നിൽക്കുന്നത് പോലെ തോന്നും. കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി ഹൃദയം നിറയെ തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ അതേ ചഞ്ചലമായ പ്രണയത്തോടെ വിളിച്ചുകൊണ്ട്. തന്റെ അന്തിമ നാളുകളിൽ മീര ദ്വാരകയിലേക്ക് പോയി. ഒരു ദിവസം അവൾ കൃഷ്ണക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഹൃദയം ഉരുകി പാടി. പിന്നീട് ക്ഷേത്രവാതിൽ തുറന്നപ്പോൾ അവൾ അവിടെ ഉണ്ടായിരുന്നില്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനിൽ ലയിച്ചു ചേർന്നു എന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത്. ആ ശ്രീകോവിലിനുള്ളിൽ ലയിച്ചു ചേരുമ്പോൾ മീര ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നമ്മൾ തിരയുന്ന പ്രണയവും ദൈവവും പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഭക്തിയുടെ ആ മഞ്ഞുതുള്ളി ഒടുവിൽ കൃഷ്ണൻ എന്ന സാഗരത്തിൽ അലിഞ്ഞു ചേർന്നു. മീരയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. എവിടെയെല്ലാം ഒരു ഭക്തൻ തന്റെ പ്രിയപ്പെട്ടവനായി കണ്ണുനീർ വാർക്കുന്നുണ്ടോ, അവിടെയെല്ലാം നിസ്വാർത്ഥമായ പ്രണയമുണ്ടോ, അവിടെയെല്ലാം മീരയുടെ പാദസ്വരങ്ങൾ ഇന്നും കിലുങ്ങുന്നുണ്ട്. വിഷത്തെ അമൃതാക്കി മാറ്റിയ ആ വിശ്വാസം നമ്മളിലും ഉണരട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയും കാമുകിയായിരുന്നു മീര. കാരണം അവൾ കീഴടക്കിയത് രാജ്യങ്ങളെയല്ല, സാക്ഷാൽ ജഗന്നാഥന്റെ ഹൃദയത്തെയായിരുന്നു. മീര എന്ന പേര് വെറുമൊരു വാക്കല്ല, അത് അനശ്വരമായ പ്രണയത്തിന്റെ മന്ത്രമാണ്. മീരയുടെ ഈ ഭക്തിസാന്ദ്രമായ കഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ട്. ഈ ചെറിയ അവതരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒരു വാക്കായിട്ടെങ്കിലും രേഖപ്പെടുത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ കമന്റും എനിക്ക് വലിയൊരു പ്രോത്സാഹനവും അനുഗ്രഹവുമാണ്. ഹൃദയം നിറഞ്ഞ നന്ദി. മീര പാടിയതുപോലെ കൃഷ്ണൻ മാത്രമാണ് ഏക സത്യം. ആ പാദങ്ങളിൽ നമുക്ക് ഈ കഥ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.